ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മാനിക്യൂറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് വീട്ടിലധികം പൈസ ചിലവില്ലാത്ത രീതിയിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നഖത്തിലുള്ള നെയിൽ പോളിഷ് ഒന്ന് ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. എൻ്റെ നഖത്തിൽ അധികം നെയിൽ പോളിഷ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നല്ലൊരു റിമൂവർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ നെയിൽ പോളിഷ് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ബ്ലാക്ക് കളർ ഇട്ടതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നഖത്തിൽ ബ്ലാക്ക് കളർ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഇളം ചൂടുവെള്ളം, അതായത് നമ്മുടെ കൈ മുക്കി വെക്കാൻ പാകത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഷാമ്പു ഇതേപോലെ ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഷാമ്പു കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി വാഷ് ആയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അരമുറി ചെറുനാരങ്ങയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ വലുതായതുകൊണ്ടാണ് അരമുറി ചേർത്തത്. നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഉപ്പും ഷാമ്പും അതേപോലെ തന്നെ നാരങ്ങ നീരും ഒന്നുകൂടി മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈ ഇതേപോലെ ആ ഒരു ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കി വെച്ചെടുക്കാം. 5 to 10 മിനിറ്റ് നേരം വരെ ഇതേപോലെ നമ്മുടെ കൈ ഒന്ന് മുക്കി വെച്ചെടുക്കാം കേട്ടോ. ആദ്യം കമഴ്ത്തി വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് മലർത്തി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ നഖത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെളി ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് സഹായിക്കും. ഇനി ആ ഒരു ബൗളൊന്ന് നീക്കി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ നഖം ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചെറിയ നഖമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ വെട്ടി കൊടുക്കണത് നമ്മുടെ ഈ നഖത്തിൻ്റെ സൈഡ് പൊട്ടിപ്പോകുന്നത് തടയാനൊക്കെ ആയിട്ട് സഹായിക്കും. നന്നായിട്ടൊന്ന് വളരുമ്പോഴത്തേന് നമ്മൾ സൈഡ് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് വെട്ടി കൊടുക്കുകയാണെങ്കിൽ നഖം പൊട്ടിപ്പോകില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ എല്ലാ നഖം ഇതേപോലെ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നഖം ഓൾറെഡി സൈഡ് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ നഖമൊക്കെ ഒന്ന് വെട്ടിയിട്ട് ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 കൈയിലെ നഖം ഇതേപോലെ ഒന്ന് വെട്ടി ലെവലാക്കി എടുക്കുന്നുണ്ട്. നഖമൊക്കെ വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇതിൽ അധികം ചെളിയൊന്നുമില്ല നമുക്ക് ഉള്ളത്. എന്നാലും ഇതേപോലെ നഖം വെട്ടിയുടെ ഉള്ളിൽ ഇതേപോലെ ഒരു ടൂൾ ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് നഖത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കോ ചെളിയോ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രഷൊക്കെ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് നഖം ഒന്ന് ഫയൽ ചെയ്തെടുക്കാം. അതിൻ്റെ അർത്ഥം നഖം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിക്കാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ സൈഡിൽ എന്തെങ്കിലും ക്യൂട്ടിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിയിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പം ഞാൻ കൂടുതലായിട്ടും ചതുരനായിട്ടാണ് കേട്ടോ നഖം വളർത്താറ്. അപ്പം അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇതേപോലെ നമ്മുടെ നഖം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഷേപ്പാക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പാണ് സ്ക്രബിങ്. അതിനായിട്ട് ഇതേപോലെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അത് ഏകദേശം 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പാലാണ് കേട്ടോ, അതായത് തിളപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതേ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം പാല് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ പഞ്ചസാര അലിഞ്ഞിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി നമ്മുടെ കൈ ഇതേപോലെ ഒന്ന് വെക്കുക. അതിന് ശേഷം ഈ ഒരു സ്ക്രബ്ബർ നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കാം. നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യുന്ന പോലെയല്ല, ചെറുതായിട്ട് ഒന്ന് പ്രഷർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ നഖങ്ങൾക്കിടയിലൂടെയും അതേ വിരലുകൾക്കിടയിലൂടെയൊക്കെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഡെഡ് സ്കിൻസൊക്കെ മാറ്റിയിട്ട് നല്ല സ്കിന്ന് വരാനും അതേപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. അങ്ങനെ 2 കൈയും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഇനി നിങ്ങൾക്ക് വെള്ളം കുറവാണ് അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ടൈറ്റായിരിക്കുകയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ആദ്യം ആ മുക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ അതിൽ തന്നെ നമ്മുടെ കൈ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നന്നായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒന്ന് സോഫ്റ്റും ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മസാജ് ചെയ്തെടുക്കാം. അപ്പോൾ മസാജിങ്ങിനായിട്ട് ഞാൻ എടുക്കുന്നത് അലോവേര ജെല്ലാണ്, അതായത് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലോ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ബോഡി ലോഷനോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഫ്രഷ് ആയിട്ടുള്ള അലോവേര എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതിൻ്റെ ബാക്കിലുള്ള മഞ്ഞ ലിക്വിഡ് പോയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചൊറിച്ചൽ പോലുള്ള ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവും. അപ്പം നമ്മുടെ കയ്യിലും നഖങ്ങൾക്കിടയിലും നഖത്തിൻ്റെ മേലൊക്കെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ നഖങ്ങളുടെ മേലെ ഇതുപോലെ അലോവേര റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നഖം നന്നായിട്ട് വളരാനും പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ഇനി അടുത്തത് ഇതേപോലെ ഞാൻ ആ ഒരു അലോവേര ജെല്ലിൽ തന്നെ കത്തി വെച്ചിട്ട് ഒന്നും കൂടി ഇതിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇത് അപ്പുറത്തെ കയ്യിൽ ഇതേപോലെ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കണം. മസാജിങ് കഴിഞ്ഞതിന് ശേഷം ഇതും നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നന്നായിട്ട് ഇത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാക്ക് തയ്യാറാക്കണം. അതിനായിട്ട് ഇതുപോലൊരു കുഞ്ഞു ബൗൾ എടുക്കുക. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യത്തിനുള്ള കടലമാവാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ മുൾട്ടാണി മിറ്റിയോ ഗോതമ്പ് പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള തൈര്, നല്ല പുളിയുള്ള തൈര് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഈ ഒരു പാക്ക് നമുക്ക് തയ്യാറാക്കാനായിട്ട്. നമ്മുടെ സൺ ടാൻ മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന നല്ലൊരു അടിപൊളി ആയിട്ടുള്ള പാക്കാണിത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ 2 കൈയിലും ഈ ഒരു പാക്ക് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുക. ഒരു 20 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് വെക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ അതേ പാക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്ക് അധികം അങ്ങനെ ഡ്രൈ ആവണമെന്നില്ല, കുറച്ചൊന്ന് ഇതേപോലെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിതൊന്ന് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ കഴുകി കളയുന്ന മുൻപായിട്ട് വെള്ളം വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതേ കൈയൊക്കെ കഴുകിയതിന് ശേഷം നമുക്കൊരു ടവൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 2 കൈയിലും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നഖങ്ങൾക്ക് ഒന്ന് നെയിൽ പോളിഷ് ഇട്ടെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഒരു കളറാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ നെയിലിനൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എല്ലാ നഖങ്ങളും ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മറ്റേ കയ്യിലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഡാസ്ലറിൻ്റെ ഈ ഒരു കളറാണ്. ബേസ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഈ ഒരു നെയിൽ പോളിഷ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാനിക്യൂർ മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണയെങ്കിലും ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നഖങ്ങളൊക്കെ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട്, ചിലവർക്ക് നഖങ്ങളുടെ സൈഡ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ടും ഈ ഒരു മാനിക്യൂർ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോൾ എന്തായാലും അത്യാവശ്യം പൈസ കൊടുത്ത് ചെയ്യേണ്ട ഈ ഒരു പരിപാടി നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനലായിട്ടുള്ള റിസൾട്ട്. അപ്പോൾ ആദ്യം കണ്ടതിൽ നിന്നും നന്നായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. അത് നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ സ്കിന്ന് നല്ല സ്മൂത്തും ആയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നഖങ്ങൾക്കൊക്കെ ഒരു പുതിയ ജീവൻ വെച്ച പോലെയാണ് കേട്ടോ ഫീൽ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴെ ഇട്ടൊന്ന് കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.